Hi everyone, my name is Naomi Murray. I'm an ACC member. Apply Commerce Academy ACC Academy head ആണ്. So if you're a student who's completed +2 and wants to utilize your time effectively and efficiently, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവായിട്ടും യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ACCയുടെ കൂടെ തന്നെ ഒരു ഡിഗ്രി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ACC + BCom എന്ന് പറയുന്നത്. സോ ഇൻ ട്രിപ്പിൾ ആയി നമ്മൾ BComന് പ്രൊവൈഡ് ചെയ്യുന്ന 2 യൂണിവേഴ്സിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ ഇസ് ജെയിൻ ആൻഡ് സെക്കൻഡ് വൺ ഇസ് യെനപ്പോയ. സോ ACC + BCom എന്ന് പറയുന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഡുവൽ ക്വാളിഫിക്കേഷൻ. ആസ് യു ഓൾ നോ, BCom എന്ന് പറയുന്ന ഡിഗ്രി ഒരു 3 ഇയേഴ്സ് കോഴ്സാണ്. 3 ഇയേഴ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും, അതുപോലെ തന്നെ ACC പോലുള്ളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഡുവൽ ക്വാളിഫിക്കേഷൻ 3 ഇയേഴ്സിൽ വിൽ ഗെറ്റ് ഡുവൽ ക്വാളിഫിക്കേഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഇസ്, അതാണ് മെയിനായിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ACCയിലെ 13 പേപ്പേഴ്സ് ആണുള്ളത്. ഈ 13 പേപ്പേഴ്സിൽ നമുക്ക് 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും ഇഫ് യു ഡൂയിങ് ACC + BCom. ഈ ACC+ എന്ന് പറയുന്ന ACC + BCom എന്ന് പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ 13 പേപ്പേഴ്സിൽ 9 പേപ്പേഴ്സ് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. അപ്പം എല്ലാ BComനും ഈ ഒരു എക്സംഷൻ ഉണ്ടോ? നമ്മൾ ഫോർ എക്സാമ്പിൾ MG യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ എല്ലാ യൂണിവേഴ്സിറ്റീസിനും നമുക്ക് എക്സംഷൻ കിട്ടില്ല. ഒരു യൂഷ്വൽ ഡിഗ്രിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ MG യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ മാക്സിമം എക്സിംഷൻ ഈസ് അപ് ടു 4 to 5 പേപ്പേഴ്സ്. ദെൻ വൈ ആർ വി ഗെറ്റിംഗ് 9 പേപ്പർ എക്സിംപ്റ്റഡ് ഫോർ ദീസ് യൂണിവേഴ്സിറ്റീസ്? നമുക്ക് ഈ ഒരു BComൽ 9 പേപ്പേഴ്സ് എക്സിംഷൻ കിട്ടുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ BCom സ്പെസിഫിക്കലി ടൈലേർഡ്, അത് ACCയുടെ സിലബസുമായിട്ട് മാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു BCom നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ 9 പേപ്പർ എക്സിംഷൻ കിട്ടുന്നത്. ACCയുടെ സിലബസിലുള്ളതെല്ലാം നമ്മൾ ഈ BComൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 9 പേപ്പേഴ്സ് എക്സിംഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള 4 പേപ്പേഴ്സ് മാത്രം നമ്മൾ ACCയുടെ എക്സാം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ACC എഫിലിയേറ്റ് ആവും. ആൻഡ് അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ റെക്കഗ്നീഷനാണ്. നമുക്ക് ഒരു ഡിഗ്രി മാത്രം ഇസ് നോട്ട് എനഫ് ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് വേൾഡ്. ഇപ്പം നമുക്കറിയാം, ഡിഗ്രി എന്ന് പറയുന്ന ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഡിഗ്രി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡ്. ഓൺ ദി അതർ ഹാൻഡ്, ഇഫ് യു ഡൂയിങ് a degree with a professional course like ACCA, which is recognized globally, അത് നിങ്ങൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിരിക്കും. ആൻഡ് ഈ 9 പേപ്പേഴ്സ് എക്സംഷൻ ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് P ലെവലിലേക്ക് പോയി എക്സാംസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും വരാം. ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ ഇസ് ദാറ്റ്, നമ്മളിവിടെ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ജെയിൻ ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ യെനപ്പോയ യൂണിവേഴ്സിറ്റി ആയിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ബട്ട് ഇൻ ട്രിപ്പിൾ ഐ വിൽ ബി പ്രൊവൈഡിങ് ക്ലാസ്സസ് ഫോർ ഓൾ ദി ACC പേപ്പേഴ്സ്. അതായത് നിങ്ങൾക്ക് എക്സിംപ്റ്റഡ് ആയിട്ട് കിട്ടുന്ന ഈ പേപ്പേഴ്സിനും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് F1 to P ലെവൽ എല്ലാ പേപ്പേഴ്സും നമ്മൾ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഒരു പേപ്പർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എക്സാം ഇടും. ട്രിപ്പിൾ ഐ എക്സാംസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈവൻ ദോ ദ പേപ്പേഴ്സ് ആർ എക്സംപ്റ്റഡ്, ACCയുടെ പേപ്പേഴ്സ് എക്സംഷൻ ആണെങ്കിലും ACCയുടെ എക്സാം നിങ്ങൾ എഴുതുന്നില്ലെങ്കിലും ട്രിപ്പിൾ ഐൻ്റെ എക്സാം നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കും. അപ്പം ACCക്ക് നമുക്കറിയാം 100ൽ 50 മാർക്സ് ആണ് വേണ്ടത്. സോ ACCയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എക്സാക്ട്ലി ആ ഒരു എക്സാം പാറ്റേണിൽ തന്നെയായിരിക്കും നമ്മളിവിടെ ട്രിപ്പിൾ ഐയിലും എക്സാംസ് കണ്ടക്ട് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് 50% മാർക്ക് വേണം പാസ്സാവാൻ. നിങ്ങൾ പാസ്സായില്ലെങ്കിൽ റീസ്റ്റ് എക്സാംസ് എഴുതേണ്ടി വരും. അപ്പോൾ നിങ്ങൾ പാസ്സായിട്ട് മാത്രമായിരിക്കും നിങ്ങൾ അടുത്ത പേപ്പറിലേക്ക് പോകുന്നുണ്ടാവുക. സോ അതോടൊത്ത് നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങൾ P ലെവലിൽ എത്തുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ഈ 9 പേപ്പർ എക്സംപ്റ്റഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൻ്റെ നോളജും നമ്മൾ ഉണ്ടെന്ന് വിൽ മേക്ക് ഷുവർ ഓഫ് ഇറ്റ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു 13 പേപ്പേഴ്സാണ് ACCക്കുള്ളത്. നമുക്കിനി കോഴ്സ് റൂട്ട് നോക്കാം. നിങ്ങൾ BCom ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലായിരിക്കും നിങ്ങൾ ശരിക്കും ACC P ലെവൽ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമ്മൾ ACC F ലെവൽ പേപ്പേഴ്സ് നമ്മൾ പഠിക്കും. ACCയുടെ എക്സാം ആയിരിക്കില്ല, ട്രിപ്പിൾ ഐയുടെ എക്സാം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. തേർഡ് ഇയറിൽ നിങ്ങൾ P ലെവൽ പേപ്പേഴ്സ്, ACCയുടെ P ലെവൽ പേപ്പേഴ്സ് BComൻ്റെ കൂടെ തന്നെ എഴുതും. അതുപോലെ തന്നെ ACCയുടെ എക്സാമും അറ്റംപ്റ്റ് ചെയ്യും. അപ്പം ഇത്രയും പേപ്പേഴ്സ് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ACC എഫിലിയേറ്റ് ആവും. സോ ഇനി when it comes to സിലബസ്, ഞാനിപ്പോൾ എടുത്തേക്കുന്ന ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ്. നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സബ്ജക്ട്സും ഉണ്ട്. അതുപോലെ ആ പെർട്ടിക്കുലർ സബ്ജക്ട്സ് ACCയിൽ ആയിട്ട് മാച്ച് ആയിട്ട് വരുന്ന എങ്ങനെയാണെന്ന് മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ACCയിലെ BT എന്ന് പറഞ്ഞ പേപ്പറുമായിട്ടാണ് അത് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോൾ എല്ലാം കാണിക്കുന്നില്ല. എല്ലാ സെമസ്റ്റേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ യെനപ്പോയ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഫസ്റ്റ് ഇയർ സെമസ്റ്റർ 1, സെമസ്റ്റർ 2. അപ്പോൾ നമ്മൾ ഈ BComൽ വരുന്ന ഏതൊക്കെ പേപ്പേഴ്സാണ് ACCയിൽ മാപ്പായിട്ട് വരുന്നതെന്ന്, മാച്ചായിട്ട് വരുന്നത്, അത് മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ACC + BComനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.